കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നടപ്പാതയിലൂടെ വാഹനമോടിച്ചതിൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് വേങ്ങേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. റോഡ് സുരക്ഷാ നിയമലംഘന കുറ്റം ചുമത്തിയാണ് കേസ്. വാഹനമോടിച്ചയാൾ എടപ്പാളിൽ MVDയുടെ ഒരാഴ്ചത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കണം. വാഹനമോടിച്ചയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. നടപ്പാതയിലൂടെ സ്കൂട്ടർ ഓടിച്ചയാളെ തടഞ്ഞ പ്രഭാവതി അമ്മയെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭിനന്ദിച്ചു. ടി അനീസ് അലി ചേരുകയാണ് വിവരങ്ങളുമായി. അനീസ് അലി, ഇപ്പോൾ വാഹനമോടിച്ച ആൾക്കെതിരെ കേസ് വന്നിരിക്കുന്നു. എങ്ങനെ പോയാലും എവിടെ ഒരു നടപ്പാത കണ്ടാലും വാഹനമോടിക്കാൻ സ്ഥലമുണ്ടെങ്കിലും അതിലൂടെ കയറ്റി കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായി കഴിഞ്ഞു. തീർച്ചയായും മഹേഷ്, ഇപ്പോൾ ഈ വിഷയം വാർത്തയാവുകയും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ വിഷയത്തിൽ MVD നടപടി എടുത്തിരിക്കുകയാണ്. അവരുടെ ലൈസൻസ്, ഇതിപ്പോൾ കോഴിക്കോട് വേങ്ങേരി സ്വദേശിയാണ് ഈ വാഹനത്തിൻ്റെ ഉടമ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ MVDയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരാഴ്ചയുടെ നിർബന്ധിത പരിശീലനത്തിൽ ഹാജരാവാൻ വേണ്ടി എടപ്പാളുള്ള MVDയുടെ പരിശീലന കേന്ദ്രത്തിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ 7 ദിവസത്തെ ഈ പദ്ധതി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. എത്ര മാസത്തേക്ക്, 3 മാസത്തേക്കോ 6 മാസത്തേക്കോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ വളരെ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നു. MVD ഈ പ്രഭാവതി അമ്മയെ, ഈ ഇദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞ പ്രഭാവതി അമ്മയെ വീട്ടിലെത്തി പൊന്നാട അണിയിക്കുകയും അവരെ സ്വീകരിക്കുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. സോഷ്യൽ മീഡിയയിലും ഇവർക്ക് വലിയ അഭിനന്ദന പ്രവാഹമാണ്. അതോടൊപ്പം തന്നെ മന്ത്രി ഗണേഷ് കുമാർ, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇവരെ അഭിനന്ദിച്ചിരിക്കുന്നു. ഇങ്ങനെ വലിയ തരത്തിലുള്ള അഭിനന്ദന പ്രവാഹം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ നിയമലംഘനത്തിന് കാരണക്കാരനായ ആൾക്കെതിരെ നടപടിയും കടുപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കാര്യം അദ്ദേഹം ഈ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ നടപടി കോടതിയിൽ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം കോടതിയായിരിക്കും പിഴ എത്ര എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. മഹേഷ്.